ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷായിട്ടാണ്. വീറ്റ് ഉപ്പുമ, ബ്രോക്കൺ വീറ്റ് ഉപ്പുമ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ബ്രോക്കൺ വീറ്റ് അതൊക്കെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. 1 കപ്പ് എടുത്തിട്ട് അത് നമ്മൾ ഒരു 2 പ്രാവശ്യം നല്ലവണ്ണം കഴുകണം. കഴുകി അത് ഡ്രെയിൻ ചെയ്തെടുക്കണം. വെള്ളം ഒട്ടുമില്ലാതെ ഡ്രെയിൻ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ ശേഷം കുക്കറിലോട്ടിട്ട് 2 കപ്പ് വെള്ളം ഒഴിക്കണം. ഒഴിച്ച് അത് അടുപ്പത്ത് വെച്ച് കുറച്ച് ഉപ്പിടണം. 1 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലോണം ഇളക്കി അത് മൂടി വെച്ച് ഒരു വിസിൽ കഴിഞ്ഞ് പ്രഷറെല്ലാം പോയി കഴിഞ്ഞ ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് കണ്ടില്ലേ, നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം കറക്റ്റായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ, ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് കടുക്, ഉഴുന്ന് പരിപ്പ്, അത് കഴിഞ്ഞ ശേഷം ഒരു 2 വറ്റൽമുളക് അതിലേക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കരിവേപ്പില, ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം നന്നായി ഇളക്കണം. കുറച്ച് ഉപ്പ്, സവാളയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് ആഡ് ചെയ്യുവാണ്. ഇത് നന്നായി വഴറ്റിയെടുക്കണം. സവാള നല്ലോണം വഴറ്റി കളർ മാറുന്നവരെ. അത് കഴിഞ്ഞ ശേഷം കുറച്ച് മഞ്ഞൾ പൊടിയും, ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂണ് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് കായപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിലേക്കിട്ട് നല്ലോണം ഇളക്കണം. നന്നായി ഇളക്കണം. അത് കഴിഞ്ഞ ശേഷം ഒരു 2 ചെറിയ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം ഇളക്കണം. നല്ലോണം ഇളക്കി അത് യോജിപ്പിച്ച ശേഷം ഒരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ലോണം ഇളക്കി അത് കുറച്ച് നേരം അത് മൂടി വയ്ക്കണം. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞിട്ട് അത് ഒന്ന് വെന്ത് വരും തക്കാളി. അത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഇളക്കി ആ തക്കാളി ആ സ്പാച്ചില കൊണ്ട് തന്നെ നന്നായി ഉടച്ചെടുക്കണം. നന്നായി ആ തക്കാളി നല്ലോണം സ്മാഷ് ചെയ്ത് നല്ലോണം ഉടച്ചെടുക്കണം. നന്നായി ഉടച്ച് എല്ലാം തമ്മിൽ നല്ലോണം യോജിപ്പിക്കണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കൺ വീറ്റ് അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ താളിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കണം. തക്കാളിയും നമ്മുടെ ഗോതമ്പും എല്ലാം ചേർന്ന് നന്നായി മിക്സായിട്ട് വന്ന് നന്നായി മിക്സ് ആവണം. അതുവരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആവശ്യമെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ചേർക്കാം. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. നന്നായി യോജിപ്പിച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് മല്ലിയില ഞാൻ എൻ്റെ മേലെ തൂകുകയാണ്. ആ ചൂടോടുകൂടി തന്നെ നല്ലോണം അത്
ഇളക്കി എടുത്തു കഴിഞ്ഞ ശേഷം മല്ലിയില നല്ലോണം ഇളക്കണം. അതിൽ വെച്ച് ഇത് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കണം. നമ്മൾ മല്ലിയില ഇട്ട് ആ ചൂടോടുകൂടി തന്നെ മൂടി വെച്ചതിന് ശേഷം അത് തുറന്നു നോക്കിയിട്ട് നന്നായി ഇളക്കിയെടുക്കണം. നമ്മുടെ വീറ്റ് ബ്രോക്കൺ ഉപ്പുമാവ് റെഡി. ഇതിൽ നമുക്ക് ചട്നി കൊണ്ടോ സാമ്പാർ കൂട്ടിയോ നമുക്ക് ഈ ഉപ്പുമാവ് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റി ഡിഷാണ്. വേഗത്തിൽ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ചൂടോടുകൂടി തന്നെ കഴിക്കുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.